സൊറ പറഞ്ഞിരിക്കാനും നേരം പോക്കിനുമായിട്ട് നമ്മുടെ കൊട്ടാരക്കര മൈലം പഞ്ചായത്തിലൊരു സൊറ വരമ്പുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ സൊറ വരമ്പിലാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ആ പേരൊരു ഭയങ്കര വെറൈറ്റി ഉണ്ട്. ഇവിടെ എല്ലാം കൊണ്ടും ആളുകളുടെ നമ്മളുടെ ഈ വരുന്ന അതിഥികളോടുള്ള പെരുമാറ്റമാവട്ടെ, ഇതുവഴി പാസ് ചെയ്യുന്ന ആൾക്കാരല്ലെങ്കിൽ എന്തെങ്കിലും വഴിയൊക്കെ ചോദിക്കുമ്പോഴൊക്കെ അവരുടെ ആ ഒരു സഹകരണം കൊണ്ടും ഈ നാട് ഭയങ്കര രസമാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇവിടെ കണ്ട കുറച്ച് പുതുമയായിരുന്ന കാഴ്ചകളിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പാണിത്. ഈ ബസ് സ്റ്റോപ്പിൽ ഇവിടെ ഒരു കുപ്പായക്കൂടുണ്ട്, അതായത് കരുതൽ കുപ്പായക്കൂടെന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത്. അതായത് നമ്മൾ അധികമൊന്നും ഇട്ട് പഴകിയിട്ടില്ലാത്ത വസ്ത്രങ്ങൾ നമ്മൾ ഈ കുപ്പായക്കൂടിലേക്ക് നിക്ഷേപിക്കുന്നു. ആവശ്യക്കാർ എടുത്തോണ്ട് പോകുന്നു. അവരവർക്ക് ആവശ്യമുള്ള, അവരവർക്ക് പാകമാകുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ അധികമൊന്നും ഇട്ട് പഴകാത്ത കുഞ്ഞുങ്ങളുടെയൊക്കെ ഡ്രസ്സുകളും വലിയവരുടെയൊക്കെ വസ്ത്രങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിക്കാം. അപ്പോൾ ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും തുണികളോ അല്ലെങ്കിൽ ഒരുപാട് പഴകിയ തുണികളോ ഒന്നും തന്നെ ഒന്നും കൊണ്ടുവന്ന് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ സൊറ വരമ്പിലെ നമുക്ക് കുറച്ച് വിശേഷങ്ങൾ പങ്കിടാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കരുതൽ കുപ്പായക്കൂട് എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വസ്ത്രങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലങ്ങ് തീരെ മുഷിഞ്ഞതൊന്നും തന്നെ നമുക്ക് കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ പാടില്ല. അതിനും ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളാണ് ദേ ചുവടേക്ക് എടുത്തിരിക്കുന്നത്. അതായത് ഈ കുപ്പായക്കൂട്ടിലെ നിർദ്ദേശങ്ങൾ പ്രകാരം ഈ വസ്ത്രം നിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവരോട് പറയുകയാണ്, വസ്ത്രങ്ങൾ സംഭാവന നൽകുന്നവർ അവ ഇസ്തിരിയിട്ട് വൃത്തിയാക്കി മാത്രം അതിനായി ഒരുക്കിയിട്ടുള്ള ബോക്സിൽ നിക്ഷേപിക്കണം കേട്ടോ. ഈ 4 ബോക്സുകളുണ്ട്. അപ്പം സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ പുരുഷന്മാരുടെയും അതോടൊപ്പം പെൺകുട്ടികളുടെയും ഒക്കെ തന്നെ വസ്ത്രങ്ങൾ പ്രത്യേകം ബോക്സുകളാണ്. ഈ ബോക്സുകളിൽ നിക്ഷേപിക്കുന്ന വസ്ത്രങ്ങൾ പ്രത്യേകം ഇസ്തിരിയിട്ട്, അതായത് അലക്കി തേച്ച് നല്ല വൃത്തിയാക്കി കൊണ്ടുവന്ന് മാത്രം നിക്ഷേപിക്കുക. 2, ഉപയോഗശൂന്യമായതോ പുതിയതോ ആയ വസ്ത്രങ്ങൾ മാത്രം സംഭാവന നൽകുക. അതായത് നിങ്ങൾ ഇട്ട് മുഷിഞ്ഞ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സ്ഥലമില്ലാത്തത് കൊണ്ടുവന്നല്ല ഇവിടെ നിക്ഷേപിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത്തരം വസ്ത്രങ്ങൾ, അതോടൊപ്പം പഴകി മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒഴിവാക്കണം, പരമാവധി നിങ്ങൾ ഒഴിവാക്കണമെന്നും ഇനി വസ്ത്രം തിരഞ്ഞെടുക്കുന്ന ആൾക്കാരോട് പറയാനുള്ള നിർദ്ദേശങ്ങളുമുണ്ട്. അതായത് നിങ്ങൾക്ക് പാകമാകുന്ന വസ്ത്രങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകാനല്ല, നിങ്ങൾക്ക് പാകമാകുന്ന, നിങ്ങൾക്ക് അനുയോജ്യമായ, നിങ്ങൾക്ക് ആവശ്യമുള്ള വസ്ത്രം മാത്രം തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം തിരികെ നിക്ഷേപിക്കരുത്. നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടെ തിരികെ നിക്ഷേപിക്കരുത്. ആവശ്യമുള്ളവ എടുത്ത ശേഷം മറ്റുള്ളവ അടുക്കി അതാത് സ്ഥലത്ത് തന്നെ വെക്കണം. കാരണം എല്ലാത്തിനും ഒരു അച്ചടക്കം വേണം. അതായത് നമ്മൾ ഒരാൾക്ക് മനസ്സ് നിറഞ്ഞൊരു വസ്ത്രം കൊടുക്കുമ്പോൾ ആ വസ്ത്രം അത്രത്തോളം നല്ല രീതിയിൽ മനസ്സുകൊണ്ട് നിറഞ്ഞ് വൃത്തിയോടെ ശുദ്ധിയോടെ നിങ്ങൾ നൽകുക. അല്ലാതെ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം എന്തുമാവട്ടെ മറ്റുള്ളവർക്ക് എന്നുള്ളൊരു ആ ഒരു മനോഭാവം ഉപേക്ഷിക്കുക. ഈ സൊറ വരമ്പിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞങ്ങൾ കണ്ടത്, കാരണം ഇവിടെ നമ്മൾക്ക് സൊറ പറഞ്ഞിരിക്കാനുള്ള നല്ലൊരു ആംബിയൻ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു പുസ്തക കൂടുണ്ട്. അപ്പം നമുക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ നമുക്കിവിടെ എടുത്ത് വായിക്കാം. ഒരു വയലിന്റെ വരമ്പിൽ കാണുന്ന സായാഹ്ന കാഴ്ചകൾ അല്ലെങ്കിൽ ആ ഒരു രാവിലത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര രസമാണ്. നമ്മുടെ നാട്ടിൻപുറമൊക്കെ എത്ര രസമല്ലേ, എന്ത് മനോഹരമല്ലേ. അപ്പോൾ നമുക്കിത് എല്ലാത്തിനുമുള്ള സൗകര്യമുണ്ട്. കുഞ്ഞുങ്ങൾക്കുള്ള ബുക്കുകൾ, വലിയവർക്കുള്ള ബുക്കുകൾ, ബാലരമ അല്ലെങ്കിൽ PSCയുടെ റെഫറൻസ് ബുക്കുകളൊക്കെ തന്നെ നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഈ മൈലം പഞ്ചായത്തിലെ സൊറ വരമ്പ്. അപ്പോൾ സൊറ വരമ്പിൻ്റെ വിശേഷങ്ങളാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ പഞ്ചായത്തിൻ്റെ പരിസരത്തുള്ളവർ ആരെങ്കിലും ആണെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു സൊറ വരമ്പിലേക്ക് കരുതൽ ഈ ഒരു വസ്ത്ര നിക്ഷേപം, അവിടെ നിങ്ങൾക്ക് വസ്ത്രങ്ങൾ നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാനദണ്ഡങ്ങളൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വസ്ത്രങ്ങൾ ഇവിടെ കൊടുക്കുക.